വെള്ളിയാഴ്ചയായിട്ട് ജുമാക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തന്നെ പോയി താടി മുടിയും വെട്ടി വന്നതിന്റെ ഒരു ഷോ ഓഫും കൂടി കൂട്ടത്തിൽ ഇക്കാതെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 10 വയസ്സൊക്കെ കുറഞ്ഞ പോലെ ഇല്ലെന്നാണ് കേട്ടോ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹയാസും പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇക്കാക്ക വീട്ടിൽ നിന്നാണ് പള്ളിയിൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഹയാസ് വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും കൂടെ കൂട്ടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോ എന്റെ വീഡിയോ എടുക്കൽ കണ്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അബ്ബെ മോനും കാര്യമായിട്ട് ഷോയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഷോയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോവാണ്. അപ്പൊ ഹംനയാണെന്നുണ്ടെങ്കിൽ ഇക്കാന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയേക്കാണ് കേട്ടോ, അവിടെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാനായിട്ട്. ആ സമയം കൊണ്ട് ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ലഞ്ചിന് മോരുകറി, അച്ചാറ്, ചീരയും ചക്കക്കുരു ഒലത്തിയതും പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങി നേരെ വന്നത് നമ്മുടെ നിതിൻ ചേട്ടന്റെ ആരതിയുടെയും വീട്ടിലേക്കാണ്. പാല് കാച്ചിന്റെ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പായസം കൊണ്ടുപോയതിന്റെ തൂക്കുപാത്രം കൊടുക്കാൻ വന്നതാണ് കേട്ടോ. എന്റെ വീഡിയോ എടുക്കൽ കണ്ടിട്ട് ഒരുത്തൻ ബനിയൻ ഇടാൻ ഓടിയിട്ടുണ്ട്. അവൻ വന്നപാട് കാര്യമായി അവനെയും വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇക്കാകെ നിതിൻ ചേട്ടനും കൂടി താഴത്തുനിന്ന് മുകളിലത്തെ ബെഡ്റൂമിലേക്ക് ആ ബെഡ് അങ്ങോട്ട് എത്തിക്കുന്ന പരിപാടിയിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു മിറർ സെൽഫി അതും എടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ആരതിയുടെ വർഷങ്ങളായിട്ടുള്ള പ്രയത്നമാണ് കേട്ടോ ഈ മഞ്ചാടിക്കുരു പെറുക്കി ചെറിയൊരു ഓട്ടുരുളിയിലാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ഇത് വിതറാനൊക്കെ തോന്നിയെങ്കിലും അത് അതുപോലെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ പോവാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.